ഭഗവാൻ സരയൂ നദിയിൽ ഇറങ്ങിയിട്ട് ദേഹത്യാഗം ചെയ്യുന്ന കഥയുണ്ട്. ഒരാൾ പറയാ, നിങ്ങളുടെ ശ്രീരാമചന്ദ്രനല്ലേ ആത്മഹത്യ ആദ്യം തുടങ്ങിയത്, പിന്നെ എങ്ങനെ പേപ്പർ തുറന്നാൽ എന്നും ആത്മഹത്യ നിങ്ങളെ ആൾക്കാരാ നിന്നോട് പറഞ്ഞു. അപ്പൊ എന്താ ചോദിച്ചു പറയാ, ശ്രീരാമചന്ദ്രൻ ആദ്യം ആത്മഹത്യ ചെയ്ത് കാണിച്ചു കൊടുത്തില്ലേ. ഇങ്ങനെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കും. വിമർശനേനെ ചിന്തിക്കണം തന്നെ ഗീത പറയുന്നു. പക്ഷേ തിങ്ക് പോസിറ്റീവ്, ഇങ്ങനെ പറയണം. എന്ത്, ഈ ശരീരം എടുത്താല് ഇത് ഉപേക്ഷിക്കണം. വന്നപ്പോ കൊണ്ടുവന്നതാണോ? അല്ല. ഈ ആത്മാവ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ ശരീരമോ ഇതിലിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോ ഞാൻ കൊണ്ടുവന്നതല്ല. ആ കടയിൽ നിന്ന് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങി കെട്ടി തൂക്കിയതാ. ഇതിന് വേണ്ടിയിട്ടാവും നമ്മളെ നോക്കുന്നുണ്ടാവുക. അപ്പോ ദുഃഖമാണ് നമുക്ക് കൂടുതൽ, സുഖമല്ല ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ കാണിച്ചത്. യഥാ രാജ തഥാ പ്രജ, അങ്ങനെയല്ലേ പറയാ. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹ്യരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലിനിഗ്രഹം സമുദ്രതരണം ലങ്കാപുരിദഹനം പശ്ചാത് രാവണ കുംഭകർണമദനം ഏതസ്യ രാമായണം. കല്യാണശീലതമ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലിത കൊണ്ടിതാനും എല്ലാം പുറത്തു മമ സങ്കടമാശു തീർപ്പാൻ വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്ര. ആദിത്യൻ എന്റെ ഹൃദയത്തിൽ ഇരുട്ടുപോകാൻ ജ്യോതിസ്സുപോലെ ഹരി എന്നിവ രണ്ടു നാമം ബോധിച്ചു തന്ന ഗുരുവിന്റെ പാദദ്വയത്തിൽ ഭാവിച്ചു ഞാൻ മലരിട്ടിത കുമ്പിടുന്നേ.